രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ടെററിസ്ഥാനെന്ന് പാകിസ്ഥാനെ വിമർശിച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പാകിസ്ഥാൻ പൗരരോട് തിരികെ പോകാനും തിരിച്ചയക്കാനും കേന്ദ്രം കേരളത്തോടും പറഞ്ഞിട്ടുണ്ട്. അതിൽ നടപടി സ്വീകരിക്കേണ്ടത് കേരളമാണെന്നും മുരളീധരൻ പറഞ്ഞു. കൊല്ലം ജില്ലയിലെ പ്രതിഷേധം ബിജെപി സംസ്ഥാന സെൽ കോർഡിനേറ്റർ അശോകൻ കുളനട ഉദ്ഘാടനം ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യത്ത് തുടരുന്ന പാക് പൗരരോട് രാജ്യം വിടാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ടും സംസ്ഥാനത്ത് തുടരുന്ന പാക് പൗരരെ പുറത്താക്കുകയെന്ന ആവശ്യമുയർത്തി ബിജെപി തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് ധർണ സംഘടിപ്പിച്ചു. സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ അധ്യക്ഷനായ പ്രതിഷേധ ധർണ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ടെററിസ്ഥാനെന്ന് പാകിസ്ഥാനെ വിമർശിച്ച മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പാകിസ്ഥാൻ പൗരരോട് തിരികെ പോകാനും തിരിച്ചയക്കാനും കേന്ദ്രം കേരളത്തോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നടപടി സ്വീകരിക്കേണ്ടത് കേരളമാണെന്ന് മുരളീധരൻ പറഞ്ഞു. ഈ മുറിവ് വലിയൊരു ആഘാതമാണ് നമ്മുടെ നാടിനുണ്ടാക്കിയിട്ടുള്ളത്. ആ മുറിവിന്റെ വേദന അത്ര എളുപ്പം ഇന്ത്യ മറക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അർത്ഥശങ്കയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ മുറിവേൽപ്പിച്ച ആളുകളെ വെറുതെ വിടാൻ പോകുന്നില്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരും ഇതിന്റെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ ഇന്ത്യ ഏതറ്റം വരെയും പോകും എന്ന് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. അതോടൊപ്പം കേന്ദ്ര സർക്കാർ ഇന്ത്യയിലുള്ള മുഴുവൻ പാകിസ്ഥാൻ പൗരന്മാരോടും ചികിത്സയ്ക്ക് വേണ്ടി എത്തിയിട്ടുള്ളവരുൾപ്പെടെയുള്ളവരോട് അവരോടെല്ലാവരോടും ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ വിടാൻ ആവശ്യപ്പെടുമ്പോൾ അത് നടപ്പിലാക്കേണ്ടതാരാ? ഓരോ സംസ്ഥാനത്തുമുള്ള പാകിസ്ഥാൻ പൗരന്മാരുടെ എണ്ണം അവര് നൽകിയിട്ടുള്ള വിസ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ തയ്യാറാക്കി സംസ്ഥാനങ്ങൾക്ക് അയച്ചു കൊടുത്തു. കേരളത്തിൽ 104 പാകിസ്ഥാൻ പൗരന്മാർ കേരളത്തിലുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. ആ ആളുകളെ മുഴുവൻ തിരിച്ചയക്കണം. അത് തിരിച്ചയക്കാൻ അവരെ കണ്ടെത്തി തിരിച്ചയക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന്റേതാണ്. തിരുവനന്തപുരം സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെയ്യാറ്റിൻകരയിൽ പ്രതിഷേധ മാർച്ച് നടന്നു. മാർച്ച് അഡ്വക്കേറ്റ് JR പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. ബിജെപി ജില്ലാ ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, കൗൺസിലർമാർ തുടങ്ങിയവർ പ്രതിഷേധങ്ങളുടെ ഭാഗമായി. നയതന്ത്രത്തെ ഭീകരതയാക്കി മാറ്റിയ രാജ്യമാണ് പാകിസ്ഥാനെന്ന് ബിജെപി സംസ്ഥാന സെൽ കോർഡിനേറ്റർ അശോകൻ കുളനട പറഞ്ഞു. ബിജെപി കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആ യുദ്ധത്തിൽ പാകിസ്ഥാനെ ഭാരതം പരാജയപ്പെടുത്തി. ആ പാകിസ്ഥാൻ പരാജയപ്പെട്ടതിന് ശേഷം ആ പരാജയത്തിന്റെ കയ്പുനീരിൽ നിന്ന് ആ പരാജയത്തെ മറച്ചുവെച്ചുകൊണ്ട് ആ പരാജയത്തെ പാകിസ്ഥാൻ നേരിട്ടത് നമ്മുടെ ഇന്ത്യയിലേക്ക് ഭീകരത വിത്തുപാകിക്കൊണ്ടാണ്. ജില്ലാ പ്രസിഡന്റ് S പ്രശാന്ത് ചടങ്ങിൽ അധ്യക്ഷനായി. ബിജെപി മുൻ ജില്ലാ അധ്യക്ഷൻ BB ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജനം, തിരുവനന്തപുരം.